ഇടയ്ക്കൊരു സമയത്ത് ഇവിടെ മലയാളത്തിൽ എനിക്ക് സിനിമകൾ ഇല്ലാതെയായി. തൻ്റെ അടി, അഹങ്കാരി എന്നൊക്കെയുള്ള ചില പദവികൾ പതിച്ചു കിട്ടുകയും ചെയ്തു. അതൊരു വലിയ തമാശയാണ്. കാരണം ആദ്യം സിനിമയിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖനാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ അന്തർമുഖത്വം അഹങ്കാരമായി. പൃഥ്വിരാജിനെതിരെ ഇവിടെ വലിയൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവൻ രക്ഷപ്പെടൂല എന്നായി. പൃഥ്വിരാജിന്റെ പടം സത്യം തോട്ടക്കുമ്പം മുതൽ അയാളുടെ ടൈറ്റിൽ പോലും കാണിക്കാൻ നമുക്ക് പോയി തുടങ്ങും. ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് പോയാൽ ശരി, അയാളത് പറഞ്ഞത് ശരിയായില്ല. ഇത് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ കൂകിയാൽ നീ പറയണ്ട ഇവിടെ. അതാണ് എന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് പിന്നീട് സത്യത്തിൽ ഇയാൾ ഇങ്ങനെയാണോ, ഇയാൾ അങ്ങനെ അല്ലേ, ഇയാൾ ഇങ്ങനെ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞത് അതേ സോഷ്യൽ മീഡിയ ആണ്. ഇപ്പോൾ അതേ അഹങ്കാരമാണ് ചങ്കൂറ്റമായിരിക്കും. അവനെപ്പറ്റി തെറി പറയാം, അവനെപ്പറ്റി എന്തു വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും ഒക്കില്ല. യു ക്യാൻ സ്റ്റോപ്പ് ടാലന്റ്. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് മാൻ വിത്ത് സ്പൈൻ. അതിനപ്പുറത്തേക്ക് ഹി ഈസ് ഗോയിങ് ടു ബി ഓൺ ദ ടോപ്പ്. പറയാൻ പോകുന്നത് ഒരു രാജാവിന്റെ കഥ. ഈ പൃഥ്വിയാകെ സ്വന്തമാക്കിയ ഒരു നായകന്റെ വീരഗാഥ. ഒറ്റപ്പെട്ടുമ്പോ മെല്ലയങ്ങു കേൾക്കും അശരീരി. കണ്ടുവനെറയുണ്ട് മുള്ളുകൾ നിറഞ്ഞ വീതി. ലോകം എനിക്കു നൽകുന്നതില്ല കൂട്ടത്തിലൊരുവൻ സ്നേഹം കിട്ടാൻ സാഹചര്യാരെ ഞാൻ കാണുമാരോടു പങ്കുവയ്ക്കുമെൻ ഗത. യാതന വെറും കടുത്ത നാളുകൾക്കെന്നു വിട. അവന്റെ തോഴൻ ചെങ്ങാട്ടം തീരുന്നയില്ല നാളും തരി പോലും തളരുന്നില്ല. തുടരും ഇനിയും എന്റെ കഥ. നിർത്താതെ പതറാതെ പോരാടി അങ്ങനെ ജീവിതം എന്റെ നേരെ നീട്ടി രണ്ടാം അവസരം. ഈ കഥ പാടും വരും തലമുറ നിസ്സംശയം. വിജയം നെഞ്ചിൽ സുവർണ്ണ ലിപിയിൽ എഴുതും അക്ഷരം. ഇരണ പൂവിൽ നിന്റെ നേരെയം പുകയ്തു വിട്ട പുറ്റമുഖങ്ങളിൽ ഒന്ന് പോലുമേ മറക്കേണ്ട. ഇതിന്റെ വാക്കിലും നോക്കിലും പോക്കിലും ചെങ്കിലും മണ്ണു വിട. പതറാതെ ആയുധമെടുക്കട. കഥയൊക്കെ പത്ത് ചുരി ചോദിക്കുന്നു, അറിയാതെ എന്റെ ക്യാമറ ക്യാമറ ചോദിക്കാറായില്ലേ. പൃഥ്വിരാജ് ഇന്നാണ് ഇതേപോലെ ലെൻസിന്റെ അളവ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എതിർക്കും? ഇന്ന് ലെൻസിന്റെ അളവ് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അതാണ് മനസ്സിലായത്. ഈ ഡയറക്ടർ തന്നെ വീട്ടിൽ കൊണ്ട് പ്രിന്റ് ചെയ്തിട്ട് പറയുമ്പോൾ ഇന്ന ഇന്ന ലെൻസാണ് മോൻ എന്തെങ്കിലും കൂടെ പറയണം മുത്തേ. Good shot. I always play to win.